മൂകാംബി എന്നറിയപ്പെടുന്ന കോട്ടയത്തെ പനച്ചിക്കാട് ക്ഷേത്രത്തിലും ഇന്ന് വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയത്. നവമി ദിനേശ് അവിടെയുണ്ട്. നവമിയുടെ റിപ്പോർട്ട് കാണാം. പുലർച്ചെ 4 മണി മുതൽ തന്നെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് വരെ ഇത് നീണ്ടു നിൽക്കുമെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. 40 ഗുരുക്കന്മാർ ഇത്തവണയുണ്ട്. ഏകദേശം 4000-ഓളം കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. കുരുന്നുകളെ ആദ്യാക്ഷരം കുറിക്കുവാൻ കൊണ്ടുവരുന്ന മാതാപിതാക്കൾ, ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതിനുമൊക്കെ വലിയ ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളായി നിൽക്കുന്ന ക്യൂ ആണ്. പതുക്കെയാണ് അങ്ങോട്ട് നീങ്ങുന്നത്. അമ്മ എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഞങ്ങൾ ഈ വർഷം കൊച്ചിനെ എഴുതിക്കാൻ വന്നോ. കൊച്ചിനെ എഴുതിച്ചു. വലിയ തിരക്കാണല്ലേ? ഭയങ്കര ആളാണ്, ഇടിയാണ്, എല്ലാം കൊണ്ടും. ഞങ്ങൾ മോനെ എഴുതിക്കാൻ വന്നതാ. കുമരകത്തുനിന്ന് വരുവോ? കുമരകത്തുനിന്ന് വരുവോ? വലിയ തിരക്ക്. ഞങ്ങൾ തള്ളി കയറിയാ പോകുന്നത്. അതിന് ദർശനം നടത്തിയിട്ട് പോകും. കുരുന്നുകളെ ഞാൻ ഹരിപ്പാട് എഴുതിക്കാൻ വന്നത്. എഴുതിയോ? ഹരിശ്രീ പറഞ്ഞു എഴുതിയത് അവന്റെ പേരെന്താ? ആർദ്ര ആണോ? കുട്ടി ഇങ്ങനെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ അതിശയിച്ച് എന്താണ് ഈ ചേച്ചി പറയുന്നതെന്ന് നോക്കിയിട്ട് ആർദ്ര കുട്ടി എഴുതിയിരിക്കണം. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ കുട്ടികളെ എഴുതിക്കാനായി കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോ രാവിലെ വന്നോ? രാവിലെ വന്നു. ഇനി ദർശനം നടത്തി മടങ്ങുവാണ്. മോനെ എഴുതിച്ചോ? എഴുതിയോ? എഴുതി. എന്താ എഴുതിയേ? ഹരിശ്രീ മിടുക്കൻ. കരഞ്ഞു എന്നിട്ട് പറഞ്ഞോ? എന്താ വാവന്റെ പേരെന്താ? ദക്ഷിത്. എവിടെയാ വീട്? വെച്ചൂര്. ഇവിടെ നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെ നേർച്ചയായിട്ട് വരുന്ന മാതാപിതാക്കളുണ്ട്. തങ്ങളുടെ കുരുന്നുകളെ ആദ്യാക്ഷരം എഴുതുന്നത് കാണാൻ ഉള്ള ഒരു ദിവസം, ഇന്നത്തെ ദിവസം ആദ്യാക്ഷരം എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ ഐശ്വര്യ വിദ്യാഭ്യാസത്തിനും ഉയർച്ചയുണ്ടാകും. ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഇവിടേക്ക് പനച്ചിക്കാട് ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബികയിൽ പോകാൻ കഴിയാത്തവർക്ക് ഇവിടെ കോട്ടയത്തെ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബികയിൽ വന്ന് എഴുതിക്കുക എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ വിദ്യാരംഭ ദിനത്തിൽ മാത്രമല്ല, വർഷത്തിൽ എല്ലാ ദിവസവും കുരുന്നുകളെ എഴുതിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ എഴുതിക്കും. പൂജ വെക്കുന്ന 2 ദിവസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും എഴുതിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ട്. കുട്ടികൾ കരയും, ബഹളം വയ്ക്കും. അവർക്ക് ആൾക്കൂട്ടം ബഹളമൊക്കെ ബുദ്ധിമുട്ടായ കുട്ടികളെ മറ്റൊരു ദിവസത്തേക്ക് കൊണ്ടുവന്ന് എഴുതിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. ഇവിടെ ഓരോ കുരുന്നുകൾ. ഹായ്, എന്താ പേരെന്താ വാവന്റെ? ആണോ? എഴുതിയോ? സ്കൂളിലൊക്കെ പോകണ്ട? വേണ്ട, ഇവിടെ എഴുതിയോ? ഹരിശ്രീ എഴുതിയോ? എഴുതിയല്ലേ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? UKG. എഴുതിയോ? മോനെ എഴുതിയോ? ഹരിശ്രീ എഴുതിയോ? ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറയൂ. വലിയ നാണക്കാരനാണെന്ന് തോന്നുന്നു. മോനെ എഴുതിയോ? ഹരിശ്രീ എഴുതിയോ? കരഞ്ഞിട്ടുണ്ടെന്നല്ലേ? കരഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. എങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കാരണം അവരുടെ മാതാപിതാക്കളെ കുരുന്നുകളെ ഇവിടെ എഴുതിക്കാനായി കൊണ്ടുവരുന്നുണ്ട്. വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടി, അല്ലെങ്കിൽ 4 മണിയും കഴിയും ഈ കുരുന്നുകളെ എഴുത്തിനിരുത്തി മടങ്ങുന്നതിനെന്ന് തന്നെയാണ് ഗുരുക്കന്മാരും പറയുന്നത്. എല്ലാവർക്കും ഇവിടെ എത്തി ദേവിയെ തൊഴുത് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. ഒപ്പം ഭക്തർക്ക് ഇവിടെ ക്യൂ നിന്ന് തളർന്നു പോകാതിരിക്കാൻ അവർക്ക് വേണ്ട വെള്ളവും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നൽകുന്നുണ്ട്. പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, അന്നദാനമുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരുക്കിയിട്ടുമുണ്ട്. ക്യാമറാമാൻ പ്രശാന്തിനോടൊപ്പം നവമി ദിനേശ്, News 18.